things that can cause us unrest, in which we need to come to rest in the Lord. നമ്മെ അസ്വസ്ഥതപ്പെടുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയും കർത്താവിൽ നാം എങ്ങനെ സ്വസ്ഥത കണ്ടെത്താം എന്നതിനെക്കുറിച്ച് നാം പങ്കുവയ്ക്കുകയും ചെയ്യുകയുണ്ടായി. As I said, it's very important to know Him as our Father and the one who rules in heaven over all the things of the earth. നമ്മുടെ പിതാവായും എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനായും ദൈവത്തെ നാം കാണണം എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. Do you know that one of the most fantastic and powerful statements of God's sovereignty is found in the Old Testament? ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ പരാമർശിക്കുന്ന വളരെ ശക്തമായ ഒരു ദൈവവചനം പഴയ നിയമത്തിലുണ്ട്. And that was not spoken by one of the prophets. അത് ഒരു പ്രവാചകൻ സംസാരിച്ച വചനമല്ല. It was spoken by a heathen king called Nebuchadnezzar. നെബൂഖദ്നേസർ എന്ന ഒരു ജാതീയ രാജാവ് സംസാരിച്ച വാക്യമാണ്. And if you are humble enough to learn from a heathen king, listen to these words. ഒരു ജാതീയനായ രാജാവിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. Daniel chapter 4. ദാനിയേൽ 4-ാം അധ്യായം. There are some wonderful lessons to learn here. നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പല അത്ഭുതകരമായ സത്യങ്ങൾ ഇവിടെയുണ്ട്. Nebuchadnezzar was one of the early great rulers after Pharaoh, like a ruler of the most powerful nation on earth. ഫറവോനെ പോലെ രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ അധിപതിയായിരുന്നു നെബൂഖദ്നേസർ. Babylon was a superpower. ബാബിലോൺ അന്ന് ഒരു സർവശക്തിയുള്ള രാജ്യമായിരുന്നു. Nebuchadnezzar was a ruler. നെബൂഖദ്നേസർ ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു. He built a huge palace. വളരെ വലിയ ഒരു കൊട്ടാരം അദ്ദേഹം പണിതുയർത്തി. And built walls around it, around Babylon. ആ ബാബിലോണിന് ചുറ്റും അദ്ദേഹം മതിലുകൾ പണിതു. And we read in Daniel chapter 4. ദാനിയേൽ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. One day, verse 29, he was walking on the roof of the royal palace of Babylon. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആ ബാബേൽ രാജകൊട്ടാരത്തിന്റെ രാജമന്ദിരത്തിൽ അവൻ അതിന്റെ മേൽ അവൻ ഉലാത്തിക്കൊണ്ടിരുന്നു. And he began to think about what he had done. അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. And he said to himself, അവൻ തന്നോട് തന്നെ ഇപ്രകാരം he wasn't talking to anybody, he was all alone. അവൻ മറ്റാരോടും സംസാരിക്കുകയായിരുന്നില്ല, അവൻ തനിയെ ആയിരുന്നു. And learn something from this. ഇതിൽ നിന്നും നിങ്ങൾ ഒരു കാര്യം പഠിക്കണം. Sometimes you can look at the work you have done. ചില സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് in a church, ഒരു സഭയിൽ, or in your home, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, or some other work that you did, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തി, and you can reflect or think about it just like Nebuchadnezzar. നെബൂഖദ്നേസറിനെ പോലെ തന്നെ നിങ്ങൾക്ക് ആ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആത്മഗതം പറയുവാൻ സാധിക്കും. And you can speak like this to yourself. നിങ്ങളോട് തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയും. Verse 30. 30-ാം വാക്യം. Isn't this Babylon the great which I have built as a royal residence by the might of my power and for the glory of my majesty? ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. There are 3 things there. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. I built it according to my plan. ഞാൻ എൻ്റെ പദ്ധതി അനുസരിച്ച് ഇത് പണിതു. I built it by my power. ഞാൻ എൻ്റെ ശക്തിയിൽ ഇത് പണിതു. And I built it for my glory. ഞാൻ എൻ്റെ മഹത്വത്തിനായി ഇത് പണിതു. It was from man's mind, മനുഷ്യന്റെ മനസ്സിൽ നിന്ന്, through man's power, മനുഷ്യന്റെ ശക്തിയിലൂടെ, and for man's glory. മനുഷ്യന്റെ മഹത്വത്തിനായി. And anything that comes from man's mind, മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഉദിച്ച് മനുഷ്യന്റെ ശക്തിയിലൂടെ, or that is built through man's power, മനുഷ്യന്റെ ശക്തിയിലൂടെ പണിയുന്നത്, or built for man's glory, മനുഷ്യന്റെ മഹത്വത്തിനായി പണിയുന്നത്, is Babylon and will always be Babylon. അത് ബാബിലോണായിരിക്കും, അത് എപ്പോഴും ബാബിലോണായി. It doesn't matter if you call it a church. അതൊരു സഭയായിക്കൊള്ളട്ടെ, അങ്ങനെ അപ്രകാരം തന്നെ. If it is built according to human plans, മനുഷ്യന്റെ പദ്ധതി അനുസരിച്ചാണ് പണിതെങ്കിൽ, not according to God's plan. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ. In our last session we saw how God's plan operates in the area of money. പണത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നത് എന്ന് കഴിഞ്ഞ സെഷനിൽ നാം ചിന്തിക്കുകയുണ്ടായി. You don't do your work according to God's plan, you do it according to your own plan. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. By your power,
നിങ്ങളുടെ ശക്തി കൊണ്ടാണ് you want to get some honor for it. നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. Whatever title you call it, you can call it CFC also, it will be Babylon. നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും CFC എന്ന് വിളിച്ചാലും അത് ബാബിലോണായി അവശേഷിക്കും. That is not God's way. അതല്ല ദൈവത്തിന്റെ വഴി. God's way is described in Romans chapter 11. റോമാലേഖനം 11-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വഴി അവിടെ പരാമർശിച്ചിരിക്കുന്നു. It is the opposite of this. ഇതിന്റെ നേർ വിപരീതമാണിത്. റോമാലേഖനം 11-ാം അധ്യായം, and we read towards the end of that chapter. ആ അധ്യായത്തിന്റെ അവസാന ഭാഗം. 3 things. 3 കാര്യങ്ങൾ. Verse 36. 36-ാം വാക്യം. From God, അവനിൽ നിന്നും, from God. സകലവും ദൈവത്തിൽ നിന്നും, അവനിൽ നിന്നും, through God, അവനാലും, through God, ദൈവത്താലും, for God's glory. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, അവനിലേക്കും. Those are the only things that will remain for eternity. നിത്യകാലം മുഴുവൻ നിലനിൽക്കുന്നത് ഇത് മാത്രമാണ്. It must originate in God. ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ച്, and it must be done in God's power. ദൈവത്തിന്റെ ശക്തിയാൽ ചെയ്യപ്പെട്ട, and it must be done for God's glory. ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യപ്പെട്ട. That is Jerusalem, the true church. യഥാർത്ഥ സഭയായ യെരുശലേം അതാണ്. But what we read in Daniel 4 is Babylon. ദാനിയേൽ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ബാബിലോണാണ്. You see it also in the Tower of Babel, which was the beginning of Babylon in Genesis 11. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേലിന്റെ ആരംഭമായ ബാബേൽ ഗോപുരത്തിന്റെ പണിയിലും നമുക്ക് അത് കാണുവാൻ കഴിയും. Genesis 11. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. When they wanted to build a tower, അന്ന് അവരൊരു ഗോപുരം പണിയുവാനായിട്ട് ആരംഭിച്ചപ്പോൾ they made a plan. അവർ ഒരു പദ്ധതി ഉണ്ടാക്കി. They said, come, verse 4, let us build something. വരുവീൻ, 4-ാം വാക്യം, നാം ഭൂതലത്തിലൊക്കെയും ഒരു പട്ടണം പണിയാം. They had the power to do it. അവർക്കത് ചെയ്യുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു. And they said in verse 4, we will make a name for ourselves. നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. It was their own plan. അവരുടെ പദ്ധതിയായിരുന്നു. With their own power. അവരുടെ ശക്തി കൊണ്ടായിരുന്നു. For their own glory. അവരുടെ മഹത്വത്തിനായി. Remember these 3 things all your life. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. Whatever you do, it originates from your own clever mind. നിങ്ങളുടെ ബുദ്ധിയുള്ള മനസ്സിൽ നിന്നും ഉത്ഭവിക്കുന്നതെല്ലാം, and which you do by your power and ability. നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. Which may be your money or whatever it is. ഒരുപക്ഷേ നിങ്ങളുടെ പണം കൊണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും കൊണ്ടാകാം. Your gifts that you have. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വരങ്ങൾ കൊണ്ടായിരിക്കാം. And you do it for your glory. നിങ്ങളുടെ മഹത്വത്തിനായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. If you call it Christian, New Covenant, whatever you call it, it will be Babylon. നിങ്ങൾ പുതിയ ഉടമ്പടി എന്നോ ക്രിസ്തീയത എന്നോ എന്ത് പേര് പറഞ്ഞാലും അത് ബാബിലോൺ ആയി അവശേഷിക്കും. God humbled Nebuchadnezzar. നെബൂഖദ്നേസറിനെ ദൈവം താഴ്ത്തി. But there's another building built in the Old Testament, and that's the tabernacle. പഴയ നിയമത്തിൽ മറ്റൊരു കെട്ടിടം പണിതിരുന്നു, അത് സമാഗമന കൂടാരമാണ്. You read about that in Exodus. പുറപ്പാട് പുസ്തകത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. The whole plan was given by God to Moses. മോശയ്ക്ക് ദൈവമാണ് ആ സമാഗമന കൂടാരത്തിന്റെ പ്ലാൻ കൊടുത്തത്. You read in Exodus 25 onwards. ഉൽപ്പത്തി പുസ്തകം 25 പുറപ്പാട് പുസ്തകം 25 മുതൽ നാം വായിക്കുന്നു. At the age of 40, the Bible says that Moses was educated in all the wisdom of Egypt. ഈജിപ്തിലെ മുഴുവൻ ജ്ഞാനത്താലും 40 വയസ്സുള്ളപ്പോൾ തന്നെ നിറഞ്ഞവനായിരുന്നു മോശ. That's what we read in Acts chapter 7 in Stephen's sermon. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് അത് പറയുന്നു. Moses had all the wisdom of Egypt. ഈജിപ്തിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു മോശ. We see today the pyramids that built in Egypt. Today's engineers are wondering how they built it. ആ കാലഘട്ടത്തിൽ അന്ന് ഈജിപ്തിൽ അവരുണ്ടാക്കിയ പിരമിഡുകളെ കണ്ട് ഈ കാലഘട്ടത്തിലെ എഞ്ചിനീയർമാർ പോലും അത്ഭുതപ്പെടുമാറാണ് അവരുടെ ജ്ഞാനം. Moses was there at that time. ആ കാലഘട്ടത്തിൽ മോശ He knew all about it. മോശയ്ക്ക് അത് അറിയാമായിരുന്നു. At the age of 40. 40 വയസ്സുള്ളപ്പോൾ. So if God had given a plan of the tabernacle to Moses at the age of 40. 40 വയസ്സുള്ളപ്പോൾ ഈ സമാഗമന കൂടാരത്തിന്റെ ആ ഒരു പ്ലാൻ ദൈവം മോശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ he would have said to God, just leave it to me, Lord. I have studied in Egypt. I can make a wonderful tabernacle for you. അവൻ ദൈവത്തോട് പറയുമായിരുന്നു, ദൈവമേ അത് എന്നെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാക്കുന്നത് കണ്ടവനാണ്, എനിക്ക് അറിയാവുന്നവനാണ്, ഞാൻ ചെയ്തോളാം. He was not ready to do God's work at 40. ആ 40 വയസ്സിൽ തനിക്ക് അറിയാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് താൻ ദൈവത്തിന്റെ പണി ചെയ്യുവാൻ അവൻ യോഗ്യനായിരുന്നു. He was too strong. അവൻ വളരെ ശക്തനായിരുന്നു. With one blow he could kill an Egyptian. ഒറ്റ
അടികൊണ്ട് ഒരു ഈജിപ്തുകാരനെ കൊല്ലുവാൻ അവൻ ശക്തനായിരുന്നു. He was too clever. അവൻ വളരെ ജ്ഞാനം കൂടുതലുള്ളവനായി. He knew how pyramids were built. പിരമിഡുകൾ ഉണ്ടാക്കുന്നത് അവൻ അറിയാമായിരുന്നു. Such a man is unfit for God's work. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് യോഗ്യനല്ല. Until he is broken. അവൻ നുറുക്കപ്പെടുന്നതുവരെ. So God took him to another university. ദൈവം അവനെ മറ്റൊരു കലാലയത്തിലേക്ക് കൊണ്ടുപോയി. And that was in the wilderness. ആ യൂണിവേഴ്സിറ്റി അത് വനാന്തരത്തിലായി. Great prince of Egypt was asked to look after sheep. ഈ ഈജിപ്തിലെ ആ രാജകുമാരനെ അവൻ വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചു. ദൈവം അവനെ താഴ്ത്തി. What is more humbling was he had to live with his father-in-law. അതിലും കൂടുതൽ അവനെ തന്നെ താഴ്ത്തുവാൻ ഇടയായത് തന്റെ അമ്മായിയപ്പന്റെ കൂടെ ജീവിക്കേണ്ടി വന്നു. 40 years. 40 വർഷം. Any of you lived with your wife's father in his house for 1 year? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യ പിതാവിനോടൊപ്പം ഒരു വർഷമെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? It's quite humiliating. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. Imagine living 40 years with your wife's father. നിങ്ങളുടെ ഭാര്യ പിതാവിനോടൊപ്പം 40 വർഷം ജീവിക്കുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. Being employed by him also. അദ്ദേഹമാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു. The great prince of Egypt came right down to the ഈജിപ്തിലെ ആ രാജകുമാരൻ അവൻ തറ നിലം വരെ താഴ്ത്തപ്പെട്ടു. He was so humble that when God called him and said, "You're the man," he said, "No, Lord, I'm not the man." അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം തന്നെ ദൈവം വിളിച്ചപ്പോൾ, നീയാണ് ഈ ഇസ്രായേൽ ജനതയെ വിടുവിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, കർത്താവേ എനിക്ക് കഴിയില്ല, ഞാനല്ല എന്നാണ് മോശ പറയുന്നത്. Until you have understood that you cannot build the church, you will not be able to build the church. നിങ്ങൾക്ക് ഒരു സഭ പണിയുവാൻ കഴിയുകയില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വരെ സഭയെ പണിയുവാൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയില്ല. That is why in many places a strong, powerful church is not built. അതുകൊണ്ടാണ് അനേക സ്ഥലങ്ങളിലും ശക്തമായ സഭകൾ പണിയപ്പെടാത്തത്. Because the people are building according to certain rules. പല ആളുകളും ചില പ്രത്യേക നിബന്ധനകൾ വെച്ചാണ് സഭകളെ പണിയുന്നത്. I've heard Brother Zac, I've read his books, you can build the church now. ഞാൻ സഹോദരൻ സാക് പൂനന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ സഭ പണിയാം. No, you cannot. നിങ്ങൾക്ക് പണിയുവാൻ കഴിയില്ല. You're too clever. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവനാണ്. You're too strong. നിങ്ങൾ വളരെ ശക്തനാണ്. God hides these things from the clever and the intelligent. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഈ സത്യങ്ങൾ ദൈവം മറച്ചുവെക്കുന്നു. He's looking for a babe. അവനൊരു ശിശുവിനെ അന്വേഷിക്കുന്നു. He's looking for someone like Moses who says, "Lord, I am not fit to do this." കർത്താവേ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന മോശയെ പോലെയുള്ളവരെ അവൻ അന്വേഷിക്കുന്നു. Who says, "You tell me, whatever you tell me, I'll do it." ദൈവമേ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാം. If you look at the plan of the tabernacle which God gave Moses in the wilderness, വനാന്തരത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത സമാഗമന കൂടാരത്തിന്റെ ആ പദ്ധതി, പ്ലാൻ രൂപം, compare that with the pyramids of Egypt. ഈജിപ്തിന്റെ പിരമിഡുകളുമായി തുലനം ചെയ്താൽ it's such a useless structure. ആ സമാഗമന കൂടാരത്തിന്റെ ആ പ്ലാൻ അത് വളരെ ഒട്ടും മൂല്യമില്ലാത്ത ഒരു പ്ലാനാണ്. Not at all impressive. അത് കണ്ടാൽ അതിനെ യാതൊരു തരത്തിലും ഇംപ്രസീവ് അല്ല. The compound is made of white sheets, bed sheets. അവിടെയുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ള ബെഡ്ഷീറ്റുകൾ കൊണ്ടാണ്. And the tent is covered with a dirty brown ram skins. അവിടെ ആ കൂടാരം അത് മേഞ്ഞിരിക്കുന്നത് അത് അഴുക്ക് പിടിച്ച തവിട്ട് നിറത്തിലുള്ള ആടുകളുടെ തൊലി കൊണ്ടാണ്. All the dust and the muck and the droppings of the birds and everything is on that covering. ആ കൂടാരത്തിന്റെ മുകൾ പരപ്പിൽ ഈ എല്ലാ അഴുക്കും കിളികളുടെ കാഷ്ടവുമൊക്കെ വീണ് അഴുക്കായിരിക്കുന്നു. It doesn't look like a house of God. ഇത് ദൈവത്തിന്റെ ആലയം പോലെ തോന്നുകയില്ല. How can you compare this with a pyramid? പിരമിഡുമായിട്ട് എങ്ങനെ ഇതിനെ തുലനം ചെയ്യുവാൻ കഴിയും? But the glory of that tabernacle was inside, not on the outside. എന്നാൽ ബാഹ്യമായിട്ടായിരുന്നില്ല, ആന്തരികമായി ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ആ കൂടാരത്തിൽ ഉണ്ടായിരുന്നു. Was this dirty brown curtain? ഈ അതിന്റെ പുറത്ത് അഴുക്ക് പിടിച്ച ഈ തവിട്ട് നിറത്തിലുള്ള കർട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. You went inside and you saw beautiful, stitched with gold thread and very, very attractive curtain inside. എന്നാൽ അകത്ത് പ്രവേശിച്ചാൽ അവിടെ സ്വർണ്ണ തയ്യലുള്ള വളരെ മനോഹരമായ കർട്ടനുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. I learned something from that many years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്നും ഞാൻ ഒരു കാര്യം പഠിച്ചു. That in God's work the glory is always inside, not on the outside. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ മഹത്വം എപ്പോഴും അകത്താണ്, പുറത്തല്ല. We don't seek to show others what a wonderful church we have. നമുക്ക് എത്ര
മനോഹരമായ ഒരു സഭയാണ് ഉള്ളത് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ശ്രമമല്ല, ആന്തരികമായിട്ടാണ് മഹത്വം വേണ്ടത്. Have you read this verse in Psalm 45? സങ്കീർത്തനം 45 ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Psalm 45. സങ്കീർത്തനം 45. This is a bridal psalm. ഇത് ഒരു വിവാഹ ഗീതമാണ്. And it speaks here about the bride standing at the right hand of the king. രാജാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മണവാട്ടിയെക്കുറിച്ച് ആണ് നാം ഇവിടെ വായിക്കുന്നത്. And it says here in verse 13. 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: The king's daughter, the bride, is all glorious within. ഇവിടെ ഇങ്ങനെയാണ്, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. എന്നാൽ ഇതിന്റെ മലയാള യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷിൽ നിന്നുള്ള തർജ്ജിമ ഇങ്ങനെയാണ്: രാജകുമാരിയുടെ അന്തരംഗം ശോഭാപരിപൂർണമാകുന്നു. The king's daughter is glorious within, not outside. രാജകുമാരിയുടെ മഹത്വം, ശോഭ അന്തരംഗത്തിലാണ്. That is how the bride of Christ is glorious. ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ മഹത്വവും അങ്ങനെയാണ്. And so that was built according to God's plan. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ആ സമാഗമന കൂടാരം പണിയത്. The wonderful thing about Moses is he did not modify it even slightly. മോശ അല്പം പോലും ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റിക്കളഞ്ഞിട്ടില്ല എന്നതാണ് മോശയെക്കുറിച്ചുള്ള നല്ല കാര്യം. Beautiful chapter is Exodus in chapter 40. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലെ ഈ മനോഹരമായ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. Exodus chapter 40. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. Actually it begins from verse chapter 39 itself. 39-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. I want you to see a little phrase. ഇവിടെ ഉള്ള ഒരു പ്രയോഗം, ചെറിയൊരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാം വാക്യം. This was done just as the Lord commanded Moses. യഹോവ മോശയോട് അരുളി ചെയ്തത് പോലെ He made those garments. ആ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു. And again in verse 5. 5-ാം വാക്യം 39-5. Same as the Lord commanded Moses. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. And verse 7. 7-ാം വാക്യം. Just as the Lord commanded Moses. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. Verse 21. 21-ാം വാക്യം. Just as the Lord commanded Moses. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ. And verse 26. 26-ാം വാക്യം. And verse 29. 29-ാം വാക്യം. And verse 31. 31-ാം വാക്യം. 32. 32-ാം വാക്യം. And verse 42. 42-ാം വാക്യം. And 43. 43-ാം വാക്യം. And again in chapter 40. 40-ാം അധ്യായത്തിൽ വീണ്ടും verse 16. 16-ാം വാക്യം. And again in verse 23. 23-ാം വാക്യം. 25. 25. 27. 27. 29. 29. 32. 32. Just, I don't know how many times, maybe 18 times or something, as the Lord commanded Moses. എത്ര പ്രാവശ്യമെന്ന് എനിക്കറിയില്ല, ഒരു 18 പ്രാവശ്യമെങ്കിലും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. This great prince of Egypt set aside his Egyptian wisdom and did as the Lord commanded him. ഇസ്രായേലിലെ ഈജിപ്തിലെ ഈ വലിയ രാജകുമാരൻ തന്റെ ഈജിപ്തിലെ ജ്ഞാനത്തെ മാറ്റിവെച്ച് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. Verse 33. Thus Moses finished the work. ഇങ്ങനെ മോശ പ്രവൃത്തി പൂർത്തിയാക്കി. 33-ാം വാക്യം. And the glory of the Lord immediately came, verse 34, on the tabernacle. 34-ാം വാക്യം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറച്ചു. Today in many churches you just hear a lot of noise, the glory is not there. ഇന്ന് അനേക സഭകളിൽ വളരെയധികം ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നു, ദൈവത്തിന്റെ മഹത്വം അവിടെ ഇല്ല. There's a lot of money, വളരെയധികം പണമുണ്ട്, impressive buildings, വളരെ മനോഹരമായ കെട്ടിടങ്ങൾ, and archbishops and all with impressive dresses. ആർച്ച് ബിഷപ്പുമാരും ഒക്കെ വളരെ മനോഹരമായ വസ്ത്രധാരണത്തോടുകൂടെ വരുന്നു. The glory of God is not there. എന്നാൽ ദൈവത്തിന്റെ മഹത്വം Why? Because it is not written 18 times exactly as the Lord commanded in the New Covenant, exactly as the Lord commanded in the New, exactly as in the New Testament. It's not written about this church. പുതിയ നിയമത്തിൽ യഹോവ കൽപ്പിച്ചതുപോലെ, പുതിയ നിയമത്തിൽ കർത്താവ് കൽപ്പിച്ചതുപോലെ, പുതിയ നിയമത്തിൽ ദൈവം കൽപ്പിച്ചതുപോലെ എന്ന് അവരുടെ സഭയെ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. You go most churches, I can show you so many things which are not according to God's word. അനേക സഭകളിൽ നാം പോയാലും
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Nobody in the New Testament was called a pastor. Why do they call them by that? പുതിയ നിയമത്തിൽ ആരെയും പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവരെയൊക്കെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്? We can say not as the Lord commanded. നമുക്ക് വേണമെങ്കിൽ പറയാം, കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ലാതെ അവർ ചെയ്തു. Or the way they collect money, not as the Lord commanded. അവർ പണം സ്വരൂപിക്കുന്നത് വിധം കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല. The way they send their reports, not as the Lord commanded. അവർ റിപ്പോർട്ടുകൾ അയക്കുന്നത് കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല. So many things. അതുപോലെയുള്ള പല കാര്യങ്ങളും not as the Lord commanded. കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല. കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല. The way even Christians and Pentecostals take dowry at the time of wedding. ക്രിസ്ത്യാനികൾ പെന്തിക്കോസ്തുകാർ വിവാഹ സമയത്ത് അവര് ഡൗറി സ്ത്രീധനം സ്വീകരിക്കുന്നത് not as the Lord commanded. കർത്താവ് കൽപ്പിച്ചതുപോലെ അല്ല. List of things not as the Lord commanded. അങ്ങനെ ദൈവം കൽപ്പിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കാം. All the important people in the world are given position, not as the Lord commanded. ലോകത്തിലുള്ള വലിയ വലിയ ആളുകൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്നു, ദൈവം കൽപ്പിച്ചതുപോലെ അല്ല. When I was a young Christian, ഞാനൊരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനിയായിരുന്നു. I did not know much about New Testament Christianity because I came from an Orthodox church. പുതിയ നിയമ ക്രിസ്ത്യാനിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു, കാരണം ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്നാണ്. I was not even baptized till I was 21. 21 വയസ്സ് വരെ ഞാൻ സ്നാനം പോലും എടുത്തിട്ടില്ലായിരുന്നു. And I looked around at different churches. ഞാൻ പല സഭകളെയും തിരിഞ്ഞു നോക്കി. And there were so many different doctrines. അവിടെയൊക്കെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. But one thing I saw similar. എന്നാൽ ഒരു കാര്യം മാത്രം എല്ലായിടത്തും ഒരുപോലെ. Every group, എല്ലാ ഗ്രൂപ്പുകളിലും the elders were always very rich people. മൂപ്പന്മാരൊക്കെ ധനവാന്മാരായ ആളുകൾ. People in big positions. അവരൊക്കെ വലിയ സ്ഥാനങ്ങളിലുള്ളവർ. And I was surprised. I said, what is this, Lord? ഞാനപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ദൈവമേ ഇതെന്താണ്? Do you call only people with a lot of education and money to be elders in your church? അങ്ങയുടെ സഭയിൽ മൂപ്പന്മാരായിരിക്കുവാനായിട്ട് വളരെ വിദ്യാഭ്യാസമുള്ള അങ്ങനെയുള്ള ആളുകളെ മാത്രമേ തിരഞ്ഞെടുക്കൂ? Such highly educated people can get up and preach? ഇങ്ങനെയുള്ള വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മാത്രമേ എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ കഴിയുകയുള്ളൂ? Whichever church, Catholic, Protestant, Pentecostal, it was all the same thing. കത്തോലിക്ക, പെന്തിക്കോസ്, പ്രൊട്ടസ്റ്റന്റ് എവിടെ പോയാലും അങ്ങനെയായിരുന്നു. Even if there's a poor man who's a pastor, the powerful people in the church are the rich people. അവിടെയുള്ള പാസ്റ്റർ ഒരു പാവപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ആ സഭയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ അവിടെയുള്ള പണക്കാരായിരുന്നു. And they'll control the pastor. ആ സ്വാധീനമുള്ള ആളുകൾ ധനവാന്മാരാണ് ഈ പാസ്റ്ററെ നിയന്ത്രിക്കുക. That man's not a servant of God, he is a servant of those rich people. ദൈവത്തിന്റെ ഒരു ദാസനല്ല അദ്ദേഹം, അദ്ദേഹം ആ ധനവാന്മാരുടെ ദാസനാണ്. And I saw this everywhere. എല്ലായിടത്തും ഞാൻ ഇത് കണ്ടു. And I said, Lord, I don't know whether I'll ever see a church being built. കർത്താവേ, ഇത് കണ്ട് മടുത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇപ്രകാരം യഥാർത്ഥത്തിൽ ഒരു സഭ പണിയപ്പെടുന്നത് എനിക്ക് കാണുവാൻ കഴിയുമോ? If I ever build a church, ഞാൻ എപ്പോഴെങ്കിലും ഒരു സഭ പണിയുവാൻ the most godly people, whether they are rich or poor makes no difference. കർത്താവേ, അവർ ധനവാന്മാരോ പാവപ്പെട്ടവരോ എന്നുള്ളതല്ല, ഏറ്റവും അധികം ദൈവഭക്തരായ ആളുകൾ അവിടെ സഭയ്ക്ക് നേതൃത്വം നൽകണം. I am not saying I'll deliberately go and choose the poor people if they are not godly. ദൈവഭക്തരല്ലെങ്കിൽ ഞാൻ ചെന്ന് അവിടെയുള്ള പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് നേതൃത്വം ഏൽപ്പിക്കുമെന്നല്ല. But I'll select the most godly. പക്ഷേ ഞാൻ ഏറ്റവും ദൈവഭക്തിയുള്ളവരെ തിരഞ്ഞെടുക്കും. I couldn't see that in many churches. അനേക സഭകളിൽ എനിക്കത് കാണുവാൻ കഴിഞ്ഞില്ല. They were so wanting to impress the rich people because the rich people are the ones who give the money. ധനവാന്മാരാണ് പണം കൊടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഈ ധനവാന്മാരെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു പ്രവണത ഞാൻ എല്ലായിടത്തും കണ്ടു. That is not as the Lord did. യേശു ചെയ്തതുപോലെ ആയിരുന്നില്ല അത്. It is not from God but from man's opinion. ദൈവത്തിൽ നിന്നും ആരംഭിച്ചതല്ല, മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് അവർ പണിതുകൊണ്ടിരുന്നത്. I'll give you another example. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. In the time of Samuel, we read in ശമൂവേലിന്റെ കാലഘട്ടത്തിൽ there was a time when the Philistines captured the ark of God in 1 Samuel chapter 4. 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ ഫിലിസ്തീയർ പെട്ടകം പിടിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. And that was the most important thing in Israel. If the ark was captured, means the presence of God is gone. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു പെട്ടകം പിടിക്കപ്പെട്ടാൽ ദൈവസാന്നിധ്യം പോയി എന്നർത്ഥം. And we read in 1 Samuel 4:11, the ark of God was taken and the sons of the high priest died. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു, ഏലിയുടെ 2 പുത്രന്മാർ അവർ പട്ടുപോയി, മരിച്ചുപോയി. And when the ark of God was taken, they said in verse 21, the glory has departed from Israel. അവിടെ പെട്ടകം പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. Verse 21. 21-ാം വാക്യം. And verse 22. 21-ഉം 22 മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവർ ഇക്കബോദ് എന്ന് പേരിട്ടു. Then the Philistines took the ark and put it in front of their idol. അതിനെ തുടർന്ന് ഫെലിസ്തീർ ഈ പെട്ടകം എടുത്ത്
അവർ അസ്തോദിലേക്ക് കൊണ്ടുപോയി അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചു. And the idol fell down with all his head and bone, hands and all broken. Verse 4. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ വിഗ്രഹം ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. And so they were wondering what to do with this. എന്ത് ചെയ്യണം, ഈ മുറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ എന്ത് ചെയ്യണമെന്ന് അവർ വിചാരിച്ചു. And all the people also, we read, became sick in verse 9 because the ark was there. ഈ പെട്ടകം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആബാലവൃദ്ധം അവർക്ക് രോഗം ബാധിച്ചു. They said, let's send this ark back. അവർ പറഞ്ഞു, നമുക്ക് ഈ പെട്ടകം തിരികെ അയക്കാം. So we can't take it back. നമുക്കത് തിരികെ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. So they put the ark, chapter 6 verse 6, on a cart. നാം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമുക്ക് അതുകൊണ്ട് ഇത് തിരികെ കൊണ്ടുപോകാനായിട്ട് ഒരു പുതിയ വണ്ടി, ഒരു കാളവണ്ടി ഉണ്ടാക്കാം. They hitched the cows to the cart in verse 7 and sent it back to Israel. അവര് ഒരു വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത പശുക്കളെ കൊണ്ട് വണ്ടിക്ക് കെട്ടി അവരെ തിരിച്ചയച്ചു. So the ark came back to Israel. ഇസ്രായേലിലേക്ക് ഈ വണ്ടി തിരികെ വന്നു. Many years later, അനേക വർഷങ്ങൾക്ക് we ശേഷം read that David wanted to bring the ark to Jerusalem. അനേക വർഷങ്ങൾക്ക് ശേഷം ദാവീദ് യെരുശലേമിലേക്ക് ഈ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെട്ടു. You read that in 2 Samuel. 2 ശമൂവേലിൽ നാം അത് വായിക്കുന്നു. And chapter 6. 2 ശമൂവേൽ 6-ാം അധ്യായം. David said, let's move the ark back to Jerusalem. നമുക്ക് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരാം എന്ന് ദാവീദ് പറഞ്ഞു. He knew the law of God. ദാവീദിന് ദൈവത്തിന്റെ പ്രമാണം അറിയാമായിരുന്നു. The ark must always be carried on the shoulder of the sons of Levi. ലേവ്യ പുത്രന്മാരുടെ തോളിലാണ് എപ്പോഴും ഈ പെട്ടകം ചുമന്നു കൊണ്ടുപോകേണ്ടത്. One particular family, they were supposed to carry the ark. എപ്പോഴും അങ്ങനെയാണ് അവര് ഈ One family was supposed to carry the ark. ഒരു കുടുംബമാണ് ഈ പെട്ടകം ചുമക്കേണ്ടതിരുന്നത്. And David thought, why make these poor people carry so many miles, kilometers? They have to carry the ark on their shoulder. ദാവീദ് ചിന്തിച്ചു, എന്തിനാണ് ഈ ഒരു കുടുംബത്തെ, ഈ ചില ആളുകളെ കൊണ്ട് ഇത്രയും ദൂരം തോളിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്നത്? He says, I've heard before my time that the Philistines once sent it on an ark. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഫിലിസ്തീർ ഇതിനു മുമ്പ് അവർ കാളവണ്ടിയിൽ കെട്ടി ഈ പെട്ടകം കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. That was a more efficient method. അത് കുറച്ചുകൂടെ മെച്ചമായ ഒരു മാർഗമല്ലേ? So why not we do that method? നമുക്ക് എന്തുകൊണ്ട് ആ മാർഗം അവലംബിച്ചുകൂടാ? So verse 3, they placed the ark of God on a new cart. 2 Samuel 6:3. 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. And the ark shook when the oxen was stumbling. അവിടെ വണ്ടി കുലുങ്ങി, കാള വീഴാൻ തുടങ്ങി. Uzzah, verse 6, tried to hold the ark. 6-ാം വാക്യം, കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. God struck Uzzah because he was not a son of Levi and killed him. യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ ലേവ്യപുത്രനല്ലായിരുന്നു എന്ന് നാം വായിക്കുന്നു. Why? Learn a lesson from that. എന്തുകൊണ്ട്, എന്ത് പാഠമാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാൻ കഴിയുക? They tried to do God's work imitating the plan of the worldly people. ദൈവത്തിന്റെ പ്രവൃത്തി ലോകമനുഷ്യരായ ആളുകളുടെ ആ രീതി അവലംബിച്ചുകൊണ്ട് അവർ ചെയ്യുവാൻ തുടങ്ങി. God's way is a very inconvenient way, carrying it on the shoulder. ദൈവത്തിന്റെ വഴി വളരെ എളുപ്പമുള്ള വഴിയായിരുന്നില്ല, തോളിൽ ചുമന്നുകൊണ്ട് പോകുന്ന വഴിയായിരുന്നു. Worldly way, the Philistines suggest to put it in an ark is more efficient. എന്നാൽ ലോകപ്രകാരം ഫിലിസ്തീനുള്ളായുള്ള ആളുകൾ പറഞ്ഞു, ഇത് കാളവണ്ടിയിൽ കൊണ്ടുപോയാൽ മതി, അത് വളരെ നല്ല മാർഗമാണ്. We find the same principle in a lot of Christian work today. ഇന്ന് അനേക ക്രിസ്തീയ പ്രവർത്തനത്തിലും ഈ ഒരു പ്രവണത നാം കാണുന്നു. The gospel is promoted like Coca-Cola company promotes selling Coca-Cola. Coca-Cola company Coca-Cola പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. You know, Coca-Cola company had a goal that every human being on earth must taste Coca-Cola at least once. Coca-Cola കമ്പനിക്ക് ഇപ്രകാരം ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും അവർ കൊക്കക്കോള കുടിച്ചിരിക്കണം. So they have advertising campaign and so many things. അവർക്ക് അതുകൊണ്ട് പരസ്യ വിപ്ലവങ്ങൾ, പല തരത്തിലുള്ള പരസ്യങ്ങളുണ്ട്. Advertising and all that. പരസ്യങ്ങൾ, പല രീതികൾ. So now Christians also have a goal that everybody must hear the gospel. ക്രിസ്ത്യാനികൾക്കും ഒരു ലക്ഷ്യമുണ്ട്, എല്ലാവരും സുവിശേഷം കേട്ടിരിക്കണം. So let us copy the Philistines.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫിലിസ്തീനയുടെ മാർഗം that is the Coca-Cola company. അല്ലെങ്കിൽ കൊക്കക്കോള കമ്പനിയുടെ ഈ സൂത്രം നമുക്കും പ്രയോഗിക്കാം. എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? Let us also do it. നമുക്ക് അതുപോലെ ചെയ്യാം. Let's get an advertising campaign and promote this and that and the other and reach the whole world. നമുക്ക് അങ്ങനെയുള്ള ഒരു പരസ്യ മാർഗങ്ങൾ പദ്ധതിയിട്ട് ഈ ലോകം മുഴുവൻ നമുക്ക് സുവിശേഷം എത്തിക്കണം. So many things. I mean, we will give tracts to him, employ some Hindu people to go to every home and give tracts. നമുക്ക് വേണമെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും സാരമില്ല, ആളുകളെ നമുക്ക് ജോലിക്ക് വെച്ച് ട്രാക്ട് കൊടുത്ത് എല്ലാ വീടുകളിലും ട്രാക്ട് നമുക്ക് എത്തിക്കാം. Christian organizations that have done this. ചില ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. The ark is placed on the cart again. വീണ്ടും ഇതാ പെട്ടകമെടുത്ത് കാളവണ്ടിയിൽ What is the result? അതിന്റെ ഫലം എന്താണ്? Has India been evangelized with all these methods? ഇങ്ങനെയുള്ള ഈ മാർഗങ്ങളെല്ലാം അവലംബിച്ച ശേഷവും ഇന്ത്യ സുവിശേഷത്താൽ റീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? We are still 2% of the population even after all these methods. ഈ മാർഗങ്ങളെല്ലാം അവലംബിച്ച ശേഷവും ഇന്ത്യയിൽ 2% മാത്രമാണ് ക്രിസ്ത്യാനികൾ. What is the great need in India? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? The quality of the Christians must improve. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജീവിതം അത് ഉയർന്ന നിലവാരത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. Not the quantity. വളർച്ചയല്ല, എണ്ണമല്ല. I remember many years ago when I had this burden to Lord how to reach India with the gospel. ദൈവമേ, ഇന്ത്യയെ സുവിശേഷം കൊണ്ട് എങ്ങനെ എനിക്ക് സുവിശേഷം എല്ലായിടത്തും എത്തിക്കാമെന്ന ഭാരം എനിക്കുണ്ടായിരുന്നു. I don't mean the half gospel. ഒരു പകുതി സുവിശേഷത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. Full gospel. പൂർണ്ണ സുവിശേഷം. The full gospel is what Jesus preached in John 8 verse 11, one sentence. യോഹന്നാൻ 8:11 യേശു പ്രസംഗിച്ചതാണ് പൂർണ്ണ സുവിശേഷം. One sentence. ഒറ്റ സെന്റൻസ് മാത്രം. It's one of the wonderful verses where the whole gospel is in one sentence. മുഴുവൻ സുവിശേഷവും ഒറ്റ വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. What he told the woman caught in adultery. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് അവൻ പറഞ്ഞത്. Only 2 sentences. 2 വാക്യങ്ങൾ മാത്രം. I don't condemn you. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. Don't sin again. ഇനി പാപം ചെയ്യരുത്. That is the full gospel. അതാണ് പൂർണ്ണ സുവിശേഷം. Half the gospel is I don't condemn you. പകുതി സുവിശേഷം ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നതാണ്. Of course you will keep on sinning but I won't condemn you. നീ വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. Full gospel is പൂർണ്ണ സുവിശേഷം എന്നത് I don't condemn you. ഞാൻ നിനക്ക് ശിക്ഷ Don't sin വിധിക്കുന്നില്ല. again. പോകുക, ഇനി പാപം ചെയ്യരുത്. Some people think we are only preaching don't sin again. ചില ആളുകൾ ചിന്തിക്കുന്നത് ഇനി പാപം ചെയ്യരുത് എന്ന് മാത്രമാണ് നാം പ്രസംഗിക്കുന്നതെന്നാണ്. We first preach we don't condemn you. നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നാണ് നാം ആദ്യം പ്രസംഗിക്കുന്നത്. There's no condemnation. We are justified in Christ. ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ശിക്ഷാവിധിയില്ല. That's the foundation. അത് അടിസ്ഥാനം. On that we preach don't sin again. ആ അടിസ്ഥാനത്തിന് മേൽ ഇനി പാപം ചെയ്യരുത് എന്ന് നാം പഠിപ്പിക്കുന്നു. So when I was thinking how to reach India with this full gospel, ഈ പൂർണ്ണ സുവിശേഷവുമായി ഇന്ത്യയിൽ എങ്ങനെ നമുക്ക് സുവിശേഷം എത്തിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ 120 crores of people, 120 കോടി ജനങ്ങൾ, and so few people who are interested in the full gospel. ഈ പൂർണ്ണ സുവിശേഷത്തിൽ താല്പര്യമുള്ള വളരെ കുറച്ചു പേർ മാത്രം. Most preachers are interested in making money, മിക്കവാറും പ്രസംഗകരൊക്കെ പണം ഉണ്ടാക്കുന്നതിൽ തൽപരരാണ്. building their homes, അവരുടെ വീട് പണിയുന്നത്, starting an organization, ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന്, and when they finish handing over the organization to their children to run. ആ പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞ ശേഷം അവരുടെ കാലം കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ആ പ്രസ്ഥാനം കൊടുക്കുന്നതിൽ it's like a business. ഒരു ബിസിനസ് പോലെ. You look at so many of these Christian organizations in India. ഇന്ത്യയിലെ ഈ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ നോക്കുക. I don't നോക്കുക. mean the one started from abroad but the one started by Indian people. ഇന്ത്യൻ ആളുകൾ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെ. You know some of them great famous preachers in Andhra, Tamil Nadu and all, and big organizations. ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള വലിയ വലിയ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. Exactly similar to the worldly organizations. അത് ഈ ലോകപ്രകാരമുള്ള പ്രസ്ഥാനങ്ങളെ പോലെ തന്നെയാണ്. We have some very famous companies in India. ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ കമ്പനികളുണ്ട്. It's very unique in India. It's not like in other countries. മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെയല്ല, ഇന്ത്യയിൽ പ്രത്യേകതയാണ്. In India many biggest companies are run by families. ഇന്ത്യയിലെ പല വലിയ കമ്പനികളും ചില കുടുംബങ്ങളാണ് ആ കമ്പനികൾ നയിക്കുന്നത്. ടാറ്റ, അംബാനി, ബിർല and many others like that. അതുപോലെയുള്ള മറ്റ് പല കമ്പനികൾ. And always it goes from the father to the son to the son to the son all the way down. അതെപ്പോഴും പിതാവിൽ നിന്ന് മകനിലേക്ക്, മകനിൽ നിന്ന് അവന്റെ മകനിലേക്ക്, അങ്ങനെ തുടർമാനമായി പോയിക്കൊണ്ടിരിക്കും. He says I built up this company with my money, why should I give it to somebody else? I'll give it to my son.
ഞാൻ എൻ്റെ പണം കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ എൻ്റെ കമ്പനി ഞാൻ എന്തിനാണ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത്? അത് ഞാൻ എൻ്റെ മകന് കൊടുക്കും. The same thing happens in Christian organizations. ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിലും ഇത് തന്നെ സംഭവിക്കും. Some man with a big gift starts a big organization, collects a lot of money. വരമുള്ള ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം തന്റെ വരങ്ങൾ ഉപയോഗിച്ച് വളരെയധികം പണം സ്വരൂപിക്കുന്നു. ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങുന്നു. Sending reports to America to get more and more money. അമേരിക്കയിലേക്ക് റിപ്പോർട്ടുകൾ അയച്ച് കൂടുതൽ പണം സ്വരൂപിക്കും. Big meetings and collecting money from the people. വലിയ ക്രൂസൈഡുകൾ നടത്തി ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു. Built this big organization. ഈ വലിയ പ്രസ്ഥാനം തുടങ്ങിയ ശേഷം when he is about to die, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്, so why should I give it to somebody else? ഇത് ഞാൻ എന്തിനാണ് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത്? My son will take over from me. എന്നിൽ നിന്നും എൻ്റെ മകൻ ആ പ്രസ്ഥാനം തുടർന്ന് go and see all these Christian organizations. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ പോയി നോക്കുക. It is exactly like the Philistine cart. We do the same thing here. ഇത് ആ ഫിലിസ്തീയ കാളവണ്ടി പോലെയാണ്. നമുക്കും അതുപോലെ തന്നെ ചെയ്യാം. And death comes in. അവിടെ മരണം കടന്നു വരും. That's not God's way. അത് ദൈവത്തിന്റെ വഴിയല്ല. That is not God's way. അത് ദൈവത്തിന്റെ വഴിയല്ല. And so we need to I sought the Lord about this and I said, Lord, how shall we do this? ഞാൻ ഈ കാര്യവുമായി ദൈവമുഖം അന്വേഷിച്ചപ്പോൾ, ദൈവമേ ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്? You know, there's an expression in English. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. Looking for a needle in a haystack. കച്ചി കൂട്ടത്തിനിടയിൽ മുട്ടുസൂചി തേടുക എന്ന ഒരു പ്രയോഗം. Big pile of hay. അവിടെ ഒരു കച്ചി കൂമ്പാരമാണ്. There's one needle inside it. അതിനകത്ത് ഒരു മുട്ടുസൂചി കാണുന്നില്ല. How to find it? അതെങ്ങനെ കണ്ടെത്തും? Clean out the hay to find it is very difficult. നിങ്ങൾ ആ കച്ചികൾ മുഴുവൻ മാറ്റി ആ മുട്ടുസൂചി കണ്ടുപിടിക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഒരു പാഴ്ശ്രമമാണ്. I say, Lord, this 120 crore people in India is like a big haystack. ദൈവമേ, ഇന്ത്യയിലുള്ള 120 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു കച്ചിക്കൂമ്പാരം പോലെയാണ്. Where can I find these few needles of wholehearted people who want to follow Jesus? യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണഹൃദയരായ ഈ കുറച്ച് മുട്ടുസൂചികൾ എവിടെയാണ് കർത്താവേ? People who want to go to heaven after they die, 120 crores all want to go to heaven when they die. മരണശേഷം സ്വർഗ്ഗത്തിൽ പോകുവാൻ താല്പര്യമുള്ളവർ ഇന്ത്യയിലുള്ള 120 കോടി ജനങ്ങൾക്കും അതിന് താല്പര്യമാണ്. Have you ever met a man in your life who doesn't want to go to heaven when he dies? മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകുവാൻ താല്പര്യമില്ലാത്ത ആരെയെങ്കിലും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? You think only Christians believe in that? നിങ്ങൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ് സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതാണോ? Look at all the reports of death in the newspapers. ഈ പത്രങ്ങളിലൊക്കെ മരണവാർത്ത, ചരമവാർത്ത കൊടുക്കുന്നത് വായിച്ചു നോക്കുക. Whatever religion, എന്തൊക്കെ മതവിഭാഗമാണെങ്കിലും they've died and they've gone to the feet of the Lord. അവർ മരിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. Every single report of anybody who died is like that. ആര് മരിച്ചാലും അങ്ങനെയാണ് പത്രത്തിൽ വാർത്ത വരുന്നത്. They've all gone to heaven. എല്ലാവരും സ്വർഗ്ഗത്തിലാണ്. Everybody wants to go to heaven. എല്ലാവർക്കും സ്വർഗ്ഗത്തിലാണ് പോകേണ്ടത്. But Lord, where are the people who want to follow Jesus on earth and be a witness for Christ before going to heaven? എന്നാൽ സ്വർഗ്ഗത്തിൽ പോകുന്നതിന് മുമ്പ് യേശുവിനെ പിൻപറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ താല്പര്യമുള്ള കുറച്ച് പേർ എവിടെയാണ്? Those are ones I'm looking for, not those who want to have the report in the newspaper they went to the feet of the Lord. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് പോയി എന്ന് പത്രത്തിൽ ഒരു വാർത്ത വരുന്ന കുറച്ച് പേര് ആൾക്കാരെ അല്ല, എനിക്ക് യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെയാണ് കണ്ടെത്തേണ്ടത്. Really like trying to find a needle in a haystack. അത് ഈ കച്ചി കുമ്പാരത്തിനിടയിൽ മുട്ടുസൂചി തേടുന്നത് പോലെയാണ്. So the Lord said to me, ദൈവം എന്നോട് പറഞ്ഞു, if you build a church which is like a very powerful magnet, നീ ഒരു വളരെ ശക്തമായ മാഗ്നറ്റ് പോലെയുള്ള ഒരു സഭ നീ ഉണ്ടാക്കുകയാണ്, കാന്തം പോലെയുള്ള സഭ ഉണ്ടാക്കുകയാണ്. You know what a magnet is? It draws all these metal pieces. കാന്തം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഇരുമ്പ് കഷ്ണങ്ങളെയൊക്കെ ആകർഷിക്കുന്നു. And if you build a church like that, which is exactly according to God's plan, ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ഇപ്രകാരം ശക്തമായ ഒരു കാന്തം പോലെയുള്ള ഒരു സഭ you don't have to go jumping into the haystack. നീ അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ഈ കച്ചിക്കുമ്പാരത്തിൽ കിടന്ന് തിരയേണ്ട ആവശ്യമില്ല. These needles will come out by themselves. ഈ കാന്തത്തിങ്കിൽ ആകൃഷ്ടരായി ഈ മുട്ടുസൂചികൾ പുറത്തേക്ക് താനേ വന്നുകൊള്ളും. That is the vision the Lord gave me many years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന ദർശനം അതാണ്. Not a huge magnet but a powerful one. വളരെ വലിയ ഒരു കാന്തമല്ല, പക്ഷെ ശക്തമായ ഒരു കാന്തം. Size is not important. വലിപ്പമല്ല പ്രധാനം. The strength with which that magnet can pull that needle out of a haystack. ആ കച്ചി കുമ്പാരത്തിൽ നിന്ന് മുട്ടുസൂചിയെ വലിച്ചെടുക്കുവാൻ ഉള്ള ശക്തി, അതാണ് പ്രധാനം. We decided to concentrate on quality and not numbers. അതുകൊണ്ട് ഞങ്ങൾ എണ്ണത്തിലല്ല തരത്തിൽ ഊന്നൽ നൽകുവാൻ തുടങ്ങി.
And if people got offended and left, that's fine. ആളുകൾ ഞങ്ങൾ പറയുന്നത് കേട്ട് മുറിപ്പെട്ട് പോകുന്നവരാണെങ്കിൽ സാരമില്ല. So many people got offended and left. I say go. അനേക ആളുകൾ മുറിപ്പെട്ട് ഞങ്ങളെ വിട്ടുപോയി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാം. But we want to build a strong church. എന്നാൽ ഞങ്ങൾ ശക്തമായ ഒരു സഭ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. Everything just as the Lord commanded. ദൈവം കൽപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും just as the Lord commanded, then the glory will be upon us. ദൈവം കൽപ്പിച്ചതുപോലെ ആ രീതിയിൽ പണിതാൽ ദൈവത്തിന്റെ തേജസ് അവിടെ വന്നിറങ്ങും. Then it will be so powerful, it will draw these needles out. ദൈവത്തിന്റെ തേജസ് അവിടെ ഉണ്ടെങ്കിൽ അത് ശക്തമായ ഒരു സഭയായിരിക്കും. ഈ മുട്ടുസൂചികളെ കച്ചി കൂമ്പാരത്തിൽ നിന്ന് വലിച്ചെടുക്കും. In these last more than 40 years, that is how some of you have been pulled towards our church. നമ്മുടെ സഭകളിലേക്ക് നിങ്ങളെ പോലെയുള്ള പലരും അങ്ങനെയാണ് ആകർഷിക്കപ്പെട്ടത്. Some of you have just come along because this is a nice place to go to. നിങ്ങൾ ചിലർ ഒരുപക്ഷെ ഇത് പോകുവാൻ നല്ലൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് വെറുതെ വന്നവരായിരിക്കാം. But a number of you have been drawn by the message which you had not heard anywhere else. എന്നാൽ മറ്റു പല ഇടങ്ങളിലും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയാത്ത സത്യങ്ങളെ കേട്ട് ആകൃഷ്ടരായി ഈ സഭയിലേക്ക് വന്നവരാണ് നിങ്ങളിൽ മിക്കവരും. Because the magnet pulled you. ഈ കാന്തം നിങ്ങളെ വലിച്ചു. We did not follow the Coca-Cola pattern or the Philistine pattern. നാം ഫിലിസ്ത്യരുടെ ആ ഒരു മാതൃകയോ കൊക്കക്കോളയുടെ മാതൃകയോ അല്ല പിന്തുടർന്നത്. We did it exactly as the Lord commanded. ദൈവം കൽപ്പിച്ചതുപോലെ കർത്താവ് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ ചെയ്തു. I told you in the last session how in the money matters we did it exactly as the Bible teaches. വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ എങ്ങനെയാണ് നാം പണത്തിന്റെ കാര്യത്തിൽ ചെയ്തത് എന്ന് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറയുകയാണ്. Everywhere we try to have at least 2 elders just like in the Bible. ബൈബിളിൽ ഉള്ളതുപോലെ സഭകളിൽ 2 മൂപ്പന്മാരെങ്കിലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. No church in the New Testament had one pastor. പുതിയ നിയമത്തിൽ ഒരു സഭയ്ക്കും ഒറ്റ പാസ്റ്റർ ഉള്ള സഭയില്ല. Not even one. ഒരു സഭ പോലും ഇല്ല. Coca-Cola has got one CEO on top of the company. കൊക്കക്കോള കമ്പനിക്ക് ആ കമ്പനിയുടെ ഏറ്റവും മേലധികാരിയായി ഒരു CEO ഉണ്ട്. Philistine method is what all churches are following. ആ ഫിലിസ്ത്യ പ്രമാണമാണ് എല്ലാ സഭകളും ഇന്ന് പിൻപറ്റുന്നത്. And then if they want to elect the head of the organization, they have voting. അതിനെ തുടർന്ന് പ്രസ്ഥാനത്തിന്റെ തലവനെ തിരഞ്ഞെടുക്കുന്നതിനായി അവർ വോട്ടിംഗ് നടത്തും. All the pastors will come together and vote who will be the president of this church. ഈ സഭയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് തീരുമാനിക്കുവാനായി എല്ലാ പാസ്റ്റർമാരും വന്ന് അവർ ഇലക്ഷനിലൂടെ വോട്ടെടുത്ത് തീരുമാനിക്കും. Is that how Paul became an apostle, that everybody voted and made him an apostle? പൗലോസ് ഒരു അപ്പോസ്തലനായത് അങ്ങനെയാണോ? എല്ലാവരും പൗലോസിനെ വോട്ട് ചെയ്ത് അപ്പോസ്തലനാക്കിയോ? This voting is also in Coca-Cola company. They vote who's going to be the chairman. കൊക്കക്കോള കമ്പനിയിലും ഈ വോട്ടിംഗ് ഉണ്ട്. ചെയർമാൻ ആരാണ് ആകേണ്ടതെന്ന് അവർ വോട്ട് ചെയ്യും. You know that these are happening in many Pentecostal and other churches around you. നിങ്ങളുടെ ചുറ്റിനുമുള്ള പെന്തിക്കോസ് സഭകളിലും മറ്റു പല സഭകളിലും ഈ പ്രകാരം നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. You say it doesn't matter, brother. സഹോദര, ഇതൊന്നും സാരമില്ല. That's what David said. It doesn't matter if you bring it in an ark, in a cart. What is there? ദാവീദും അങ്ങനെയാണ് പറഞ്ഞത്. ഒരു കാളവണ്ടിയിൽ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? Main thing is to bring the ark here. Whether you bring it in a cart or bring it on the shoulders of the Levites, what does it matter? പ്രധാനപ്പെട്ട കാര്യം പെട്ടകം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കാളവണ്ടിയിൽ കൊണ്ടുവന്നാൽ എന്താണ്? ആളുകളുടെ തോളിൽ കൊണ്ടുവന്നാൽ എന്താ? കൊണ്ടുവന്നാൽ പോരെ. If it is not from God, through God and to God, it is not according to God's will. ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ശക്തിയാലും ദൈവത്തിന്റെ മഹത്വത്തിനായും അല്ല എങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. Turn back to Daniel 4 and the revelation that Nebuchadnezzar got. നെബൂഖദ്നേസറിന് കിട്ടിയ ആ ഒരു വെളിപ്പാട് ദാനിയേൽ 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ തിരികെ വരിക. What he built we saw was from him, through him and to him. അവനിൽ നിന്ന് അവനായി അവന്റെ മഹത്വത്തിനായിട്ടാണ് അവൻ ചെയ്തത് എന്ന് നാം വായിച്ചു. As soon as he said that, അവനത് പറഞ്ഞ ഉടനെ Daniel 4:31, ദാനിയേൽ 4:30, a voice from heaven said, Nebuchadnezzar, the kingdom is taken away from you. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. You're going to become mad and eat grass like the cattle. നീ ഒരു ഭ്രാന്തനായി കന്നുകാലികളെ പോലെ പുല്ല് തിന്നുന്ന ആളെ പോലെ മാറും. Immediately, verse 33, it was fulfilled. 33-ാം വാക്യത്തിൽ ഉടനെ അത് നിവർത്തിയായി. And he began to eat grass like the cattle. അവൻ കാളയെ പോലെ പുല്ല് തിന്നുവാൻ തുടങ്ങി. And it went on like that for about 7 years. 7 വർഷത്തോളം അങ്ങനെ തുടർന്നു. And at the end of that period, verse 34, 34-ാം വാക്യത്തിൽ ആ കാലം കഴിഞ്ഞ് repented. അവൻ മാനസാന്തരപ്പെട്ടു. And he came back to the Lord. അവൻ ദൈവത്തിങ്കിലേക്ക് തിരികെ വന്നു. And now listen to what he says. ഇപ്പോൾ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. This is the most powerful statement of the sovereignty of God found in the whole Bible.
ദൈവവചനത്തിൽ മുഴുവനുമായി ദൈവത്തിന്റെ സർവാധിപത്യത്തെ തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ പ്രസ്താവന ഇതാണ്. You will never find a statement like this even by any prophet or apostle or anybody. ഒരു പ്രവാചകനോ അപ്പോസ്തലനോ പോലും ഇത്ര ശക്തമായ ദൈവത്തിന്റെ സർവാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. A big man who was humbled and broken who said it. ഒരു വലിയ മനുഷ്യൻ താൻ നുറുക്കപ്പെട്ടതിനു ശേഷം പറയുന്ന വാക്കുകൾ. Listen to this. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. God's dominion is an everlasting dominion. Verse 34 in the middle of that. 34-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് നാം വായിക്കുന്നു, അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യം, അവന്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളത്. And listen to this. ഇത് നിങ്ങൾ നോക്കുക. All the inhabitants of the earth are like zero. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി പൂജ്യമായി എണ്ണുന്നു. Everybody. എല്ലാവരും. King or beggar, zero. രാജാവോ ഭിക്ഷക്കാരനോ അവര് പൂജ്യമാണ്. Secondly, രണ്ടാമതായി, he does whatever he wants from heaven. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. And on earth. ഭൂമിയിലും. He does whatever he wants in heaven, he does whatever he wants on the earth. ഭൂവാസികളോടും അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. And no one can stop his hand. അവന്റെ കൈ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. No one can say to him, what are you doing? നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാൻ ആർക്കും കഴിയുകയില്ല. If you have at least the faith of Nebuchadnezzar, you will be at rest always. നെബൂഖദ്നേസറിന്റെ വിശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്വസ്ഥനായിരിക്കും. If you want to be at rest like we've been thinking in these days, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ യഥാർത്ഥ സ്വസ്ഥത നാം അനുഭവിക്കണമെങ്കിൽ then say these words. ഈ വാക്കുകൾ നിങ്ങൾ പറയുക. Oh God, ദൈവമേ, you rule, you do what you like in the heaven and you do what you like on this earth. കർത്താവേ, അങ്ങ് സർവ്വത്തെയും ആധിപത്യമുള്ളവനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും അങ്ങയുടെ ഹിതപ്രകാരം അങ്ങ് കാര്യങ്ങൾ ചെയ്യുന്നു. No one can stop your hand. അങ്ങയുടെ കരം തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. No one can question you saying what you are doing. What are you doing? അങ്ങ് എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. If you've got a plan for my life, nobody can hinder it. കർത്താവേ, എനിക്കായി അങ്ങേക്ക് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല. I am protected by the sovereignty of God. ദൈവത്തിന്റെ സർവാധിപത്യത്താൽ ഞാൻ സുരക്ഷിതനാണ്. My father is a father who is in heaven ruling the earth. എൻ്റെ പിതാവ്, എൻ്റെ ദൈവം സ്വർഗ്ഗത്തിലുള്ള പിതാവാണ്. അവൻ ഭൂമിയെ മുഴുവൻ വാഴുന്നു. And that is why we seek to build according to his plan. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നാം പണിയുവാൻ ശ്രമിക്കുന്നത്. And that's why we seek for his power which is almighty to do his work. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വേല ചെയ്യുവാനായി സർവശക്തിയുള്ള ദൈവത്തിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കുന്നത്. When the work is done, we give him all the glory. അത് മാത്രമല്ല, ആ വേല ചെയ്ത ശേഷം എല്ലാ മഹത്വവും നാം ദൈവത്തിന് കൊടുക്കും. If you want your work to remain forever, നിങ്ങളുടെ വേല നിലനിൽക്കണമെങ്കിൽ, we read in 1 Corinthians in chapter 3, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു that in the final day, 1 കൊരിന്ത്യർ 3-ാം അധ്യായം, God will not only test the foundation, he will test the building. ദൈവം കെട്ടിടത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, കെട്ടിടത്തെയും ദൈവം പരിശോധിക്കും. Now the foundation, there's no other foundation, verse 11, 1 Corinthians 3:11, except Jesus Christ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് 3-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. There's no salvation outside of Jesus Christ. യേശുവിലല്ലാതെ രക്ഷ ഇല്ല. Why do we say Jesus Christ is the only way? യേശു മാത്രമാണ് ഏക വഴി എന്ന് നാം എന്തുകൊണ്ടാണ് പറയുന്നത്? I'll explain to you in case you don't know. നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ അത് വിവരിക്കാം. There have been so many religious leaders in the world. ഈ ലോകത്ത് വളരെയധികം മത നേതാക്കന്മാരുണ്ട്. Let me tell you 3 things. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. Number 1. 1, no human being was born of a virgin except Jesus Christ. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു മനുഷ്യനും ഒരു virgin, ഒരു കന്യകയാൽ പിറന്നിട്ടില്ല. Nobody. ആരും Nobody even claimed it. ആരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. There was only one man born into this world who was born without a human father. ഒരു മാനുഷികമായ പിതാവില്ലാതെ ഈ ഭൂമിയിലേക്ക് ജനിച്ചവൻ ഒരുവൻ മാത്രമാണ്. The Holy Spirit did that work in Mary's womb without a father and made a baby. മറിയയുടെ ഉദരത്തിൽ ഒരു മാനുഷികമായ പിതാവില്ലാതെ പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തി ചെയ്തു. That is the number one reason why Jesus Christ is unique. അതാണ് യേശുക്രിസ്തുവിന്റെ അതുല്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. Secondly, രണ്ടാമത്, no religious leader or anybody in the history of the world said, I have come here to die for the sins of the world. ഒരു മത നേതാക്കന്മാരോ
രാജ്യത്തിലുള്ള നേതാക്കന്മാരോ ആരും ഞാൻ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. You young people must know this. ചെറുപ്പക്കാരെ, Say why you believe in Jesus Christ. എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് Nobody was born of a virgin. കന്യകാ ജനന Nobody came to the world saying I am coming here to die for the sins of the world. No religious leader. ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാനാണ് ഞാൻ വന്നത് എന്ന് ഒരു മതനേതാവും പറഞ്ഞിട്ടില്ല. Many religious leaders said good things like help the poor and don't tell lies and all that. പല മത നേതാക്കന്മാരും കളവ് പറയരുത്, പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു. Who was born of a virgin? എന്നാൽ ഒരു കന്യകയാൽ ജനിച്ചതാരാണ്? Nobody except Christ. ആരുമില്ല, ക്രിസ്തു മാത്രം. Who came saying I am dying for the sins of the world? ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞവൻ ആരാണ്? വേറെ ആരുമില്ല, ക്രിസ്തു മാത്രം. And number 3. മൂന്നാമത്, who rose up from the dead മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവൻ ആരാണ്? after 3 days never to die again. 3 ദിവസത്തിന് ശേഷം വീണ്ടും മരിക്കാതെ ഉയർത്തെഴുന്നേറ്റവൻ ആരാണ്? And ascended to heaven. സ്വർഗ്ഗത്തിലേക്ക് കയറിയവൻ ആരാണ്? But Jesus Christ. യേശു അല്ലാതെ മറ്റാരുമില്ല. Then nobody even claims that their leader rose from the dead. അവരുടെ നേതാവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് അവകാശപ്പെടുന്നവർ പോലും ആരുമില്ല. These are the 3 reasons why we say Jesus Christ is the only way. He is the only one who is the way, the truth and the life. യേശുക്രിസ്തു മാത്രമാണ് ഏക വഴി, യേശുക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും എന്ന് നാം പറയുന്നതിന്റെ 3 കാരണങ്ങൾ ഇതാണ്. The rest were all good leaders. മറ്റവരെല്ലാം നല്ല നേതാക്കന്മാരാണ്. Good men, but they are not. It's not God in the form of man. നല്ല മനുഷ്യരാണ്, പക്ഷേ ദൈവം മനുഷ്യരൂപത്തിൽ വന്നവരല്ല. Okay, that settles that matter. Now one more thing. ആ കാര്യം അവിടെ തീരുന്നു. മറ്റൊരു കാര്യം കൂടെ. Was Jesus a man or was he God? യേശു ഒരു മനുഷ്യനായിരുന്നോ യേശു ദൈവമായിരുന്നോ? The Muslims will say he is a prophet. മുസ്ലിങ്ങൾ പറയും യേശു ഒരു പ്രവാചകനാണ്. Or the Hindus may say he is one of many gods who has come as a man. ഹിന്ദുക്കൾ പറയും പല ദൈവങ്ങളിൽ ഒരുവൻ, മനുഷ്യനായി വന്ന ഒരുവൻ എന്ന് അവർ പറയും. And the Jehovah's Witnesses say no, he was only a man. യഹോവ സാക്ഷികൾ പറയും അല്ല, അവൻ ഒരു മനുഷ്യൻ മാത്രമാണ്. So let's think about that. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. If, like the Jehovah's Witnesses say, Jesus was a man and died for our sins, യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ യേശു ഒരു മനുഷ്യനാണ്, നമ്മുടെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ then your sins are not forgiven. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല. I'll tell you why. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. Because in a court on earth one man cannot be hanged for another man. ഒരു കോടതിയിൽ ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മറ്റൊരു മനുഷ്യനെ തൂക്കിക്കൊല്ലുവാൻ ഒരു പ്രമാണമില്ല. This is a murderer, he has murdered 100 people, he has to be hanged. ഈ വ്യക്തി അവനൊരു കൊലപാതകക്കാരനാണ്, അവൻ 100 പേരെ കൊന്നു, അവനെ തൂക്കിക്കൊല്ലണമെന്ന് ഒരു ജഡ്ജി വിധിച്ചാൽ, if his brother or father or somebody says okay hang me in his place, ഒരു അദ്ദേഹത്തിന്റെ സഹോദരനോ പിതാവോ ആരെങ്കിലും അവന് പകരമായി എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞാൽ no judge can permit it. ഒരു ന്യായാധിപനും അങ്ങനെ സമ്മതിക്കുവാൻ കഴിയുകയില്ല. Permits it, it is injustice. അവൻ അത് സമ്മതിച്ചാൽ അത് അനീതിയാണ്. And we are accusing God of injustice if we say another man died for me. എനിക്ക് വേണ്ടി മറ്റൊരു മനുഷ്യൻ മരിച്ചു എന്ന് നാം പറയുകയാണെങ്കിൽ ദൈവം അനീതി ചെയ്തു എന്ന് നാം പറയുകയാണ്. Do such an unjust thing. ദൈവത്തിന് എങ്ങനെ ഈ പ്രകാരം ഒരു അനീതി ചെയ്യുവാൻ കഴിയും? It cannot be another man, not even an angel. ഒരു ദൂതനോ മറ്റൊരു മനുഷ്യനോ എനിക്ക് പകരമായി മരിക്കുവാൻ കഴിയില്ല. Punishes an angel for my sin, it's 100% unjust. എൻ്റെ പാപത്തിനു വേണ്ടി ഒരു ദൂതനെ ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ അത് അനീതിയാണ്. The only person who can take that judgment is God himself. ദൈവത്തിന് മാത്രമാണ് ആ ഒരു ന്യായവിധി ഏറ്റെടുക്കുവാൻ കഴിയുന്നത്. That is why we believe that if Jesus Christ was not God, then nobody has died for my sins. യേശുക്രിസ്തു ദൈവമായിരുന്നില്ല എങ്കിൽ എൻ്റെ പാപത്തിനു വേണ്ടി ആരും മരിച്ചിട്ടില്ല. Another third point. മൂന്നാമത്തെ മറ്റൊരു കാര്യം, death is not the punishment for sin. പാപത്തിന്റെ ശിക്ഷ മരണമല്ല. Because if dying is the punishment for sin, then I can take that punishment myself. Why should Jesus die? പാപത്തിന്റെ ശിക്ഷ മരണമാണെങ്കിൽ യേശു എന്തിനു വേണ്ടിയാണ് എനിക്ക് വേണ്ടി മരിക്കുന്നത്? ഞാൻ തന്നെ മരിച്ചാൽ I will die. ഞാൻ മരിച്ചോളാം. I've taken the punishment. ഞാൻ എൻ്റെ ശിക്ഷ സ്വീകരിച്ചല്ലോ. And I'll go to heaven. ഞാനപ്പോൾ സ്വർഗ്ഗത്തിൽ പോവില്ലേ? Haven't you thought about that? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? If you say Jesus only physically died for my sin, യേശുക്രിസ്തു ഭൗതികമായി എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ആ മരണത്തിലൂടെയാണ് എൻ്റെ രക്ഷയെങ്കിൽ sin is not forgiven. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല. What is the punishment for sin? പാപത്തിന്റെ ശിക്ഷ എന്താണ്? It is eternal hell. അത് നിത്യകാലമുള്ള നരകമാണ്. Hell means to be forsaken by God for eternity. നിത്യകാലം ദൈവത്താൽ ത്യജിക്കപ്പെടുക എന്നാണ് നരകത്തിന്റെ അർത്ഥം. That is the only punishment for sin, not physical death. പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യകാലമുള്ള നരകമാണ്, അത് മാത്രമാണ് ശിക്ഷ. Not crucifixion.
ക്രൂശീകരണമല്ല, not crown of thorns, മുൾമുടി, not കിരീടമല്ല, beating, whipping. None of these are the punishment for sin. ചാട്ടവാറ് കൊണ്ടുള്ള അടിയോ ഒന്നുമല്ല. Eternal hell, eternally being forsaken by God. ദൈവത്താൽ നിത്യകാലം ത്യജിക്കപ്പെട്ട് നിത്യ നരകമാണ് ശിക്ഷ. You go to hell today, everybody will tell you that is the punishment for sin. നരകത്തിൽ പോവുകയാണെങ്കിൽ അവര് പറയും അതാണ് പാപത്തിന്റെ ശിക്ഷ. So if Jesus did not suffer that, then my sins are not forgiven. യേശു ക്രിസ്തു ആ നിത്യകാലമുള്ള ഈ ഒരു നരക വേദന അനുഭവിച്ചിട്ടില്ല എങ്കിൽ എന്റെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല If you എന്ന് only പറയും. say, oh, he was beaten and he had a crown of thorns, nails went into his hand and he died for me, that's not the punishment for my sin. എനിക്ക് വേണ്ടി അവൻ അടിക്കപ്പെട്ടു, അവന്റെ കൈകൾ തുളയ്ക്കപ്പെട്ടു, അവൻ ചാട്ടവാറടിയേറ്റു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണെങ്കിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയുകയില്ല. And what happened on the cross? കുരിശിൽ എന്താണ് സംഭവിച്ചത്? Those last 3 hours, he was 6 hours on the cross. 6 മണിക്കൂർ ക്രൂശിൽ യേശു കിടന്നപ്പോൾ അവസാനത്തെ 3 മണിക്കൂർ he said, my God, why have you forsaken me? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചു. To be forsaken by God is hell. ദൈവത്താൽ കൈവിടപ്പെടുക എന്നുള്ളത് നരകമാണ്. It's not, you don't have to go to a physical place called hell. നരകം എന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകണമെന്നില്ല. If God forsakes you, that is hell, wherever you are. നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവം നിങ്ങളെ വിട്ടുകളഞ്ഞു, ത്യജിച്ചു കളഞ്ഞു എങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. God has forsaken you, that's hell. ദൈവം നിങ്ങളെ ത്യജിച്ചു കളഞ്ഞു എങ്കിൽ അത് നരകമാണ്. And the most important thing about hell is not the fire and the worms, it is the fact that God has forsaken them. നരകത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെയുള്ള പുഴുക്കളോ കെടാത്ത തീയോ അല്ല, ദൈവം നിങ്ങളെ ത്യജിക്കുന്നു എന്നതാണ്. And Jesus experienced that for 3 hours. യേശുക്രിസ്തു 3 മണിക്കൂർ അത് അനുഭവിച്ചു. That is the only time that he looked up and said, God. He always used to say, my father, now he said, my God. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് ജീവിതകാലം മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്ന യേശു ആ സമയത്ത് ദൈവമേ, ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്നു. The only time that Jesus called his father God was for those 3 hours. ആ 3 മണിക്കൂർ നേരമാണ് തന്റെ പിതാവിനെ ദൈവമേ എന്ന് യേശു വിളിക്കുന്നത്. Because now he was not standing before his father. ഇപ്പോൾ അവൻ തന്റെ പിതാവിന്റെ മുമ്പാകെയല്ല നിൽക്കുന്നത്. He was standing before the judge of the universe. ഈ അഖിലാണ്ടത്തിന്റെ ന്യായാധിപന്റെ മുമ്പാകെയാണ് അവൻ നിൽക്കുന്നത്. Because he was full of sin. പാപത്താൽ അവൻ നിറയപ്പെട്ടിരിക്കുന്നു. He had to be punished with being forsaken. ആ പാപത്താൽ നിറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ ത്യജിക്കപ്പെടേണ്ടിയിരിക്കുന്നു. Not his sin. അവന്റെ പാപം കൊണ്ടല്ല, my sin, എന്റെ പാപം കൊണ്ട്, your sin, നിങ്ങളുടെ പാപം കൊണ്ട്. It says in 2 Corinthians 5:21, God made him sin. 2 കൊരിന്ത്യർ 5-ാം 21 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നമുക്കായി പാപം ആക്കപ്പെട്ടു. He became sin. അവൻ പാപമായി തീർന്നു. And so the judge of the universe said, hell. അതുകൊണ്ട് ഈ അഖിലാണ്ടത്തിന്റെ ന്യായാധിപൻ പറഞ്ഞു, നരകത്തിലേക്ക്. And he was forsaken. അവൻ ത്യജിക്കപ്പെട്ടു. Now the next question is, അടുത്ത ചോദ്യം ഇതാണ്. The punishment for sin is not 3 hours in hell, but eternity in hell. പാപത്തിന് വേണ്ടിയുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ 3 മണിക്കൂറല്ലല്ലോ, നിത്യകാലമല്ലേ. So if Jesus suffered only 3 hours in hell, then it is not my sins are not forgiven. യേശുക്രിസ്തു 3 മണിക്കൂർ മാത്രമേ ഈ നരകശിക്ഷ അനുഭവിച്ചുള്ളൂ എങ്കിൽ എന്റെ പാപം എങ്ങനെയാണ് ക്ഷമിക്കപ്പെടുക? നിത്യകാലം മുഴുവൻ അവൻ നരകത്തിൽ കിടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മനുഷ്യന് സാധ്യമല്ല, ദൈവത്തിന് മാത്രമേ സാധ്യമാവൂ. Jesus was infinite God and man. യേശുക്രിസ്തു അവൻ നിത്യകാലം അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു. Is there a word for infinite? Anyway, it's eternity is in terms of time. Infinite is another word. But he was infinite God. And because he was God with no limits, even in 1 second he could experience eternity. ഒരു നിമിഷം കൊണ്ട് പോലും നിത്യത മുഴുവൻ അനുഭവിക്കുവാൻ കഴിവുള്ള പരിധിയില്ലാത്ത ദൈവമായിരുന്നു. We are finite. നമുക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. And so we have to experience actual eternity to experience eternity. നമുക്ക് നിത്യകാലം നിത്യത അനുഭവിക്കണമെങ്കിൽ ആ നിത്യത മുഴുവൻ നാം അനുഭവിച്ചേ തീരുകയുള്ളൂ. You have to spend endless years in hell
to experience eternity in hell. എണ്ണമില്ലാത്ത വർഷങ്ങൾ നരകത്തിൽ ചിലവഴിച്ചാൽ മാത്രമേ നരകത്തിലുള്ള നിത്യത നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. It's like mathematical equation will be like this. അതിന്റെ കണക്കിലുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. One man into infinity equals eternity. 1 into infinity, ഒരു മനുഷ്യൻ into infinity സമം infinity. That is eternity. അതാണ് eternal. അത് നിത്യത. Or അല്ലെങ്കിൽ one infinite person into 1 second equals eternal. ഒരു നിത്യത ഇൻഫിനിറ്റി ഇൻറ്റു ഒരു സെക്കൻഡ്, അതും നിത്യതയാണ്. So that is why Jesus, when he hung on the cross, not for 1 second, 3 hours, it was an infinite being who actually suffered eternal hell for 3 hours for me. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആ കൽവരി ക്രൂശിൽ 3 മണിക്കൂർ യേശുക്രിസ്തു ദൈവത്താൽ ത്യജിക്കപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി നിത്യകാലമുള്ള നരക ശിക്ഷ അവൻ ആ സമയം കൊണ്ട് അനുഭവിക്കുകയായി. When I was a young Christian, ഞാനൊരു ചെറുപ്പക്കാരനായ the thing that moved me was, oh, Jesus was beaten, he was hammered, he was crucified, the nails went into him. I would weep. യേശുക്രിസ്തുവിന്റെ കൈയിൽ ആണി തുളയ്ക്കപ്പെട്ടല്ലോ, യേശുക്രിസ്തുവിനെ അവർ ചാട്ടവാറ് കൊണ്ട് അടിച്ചല്ലോ, യേശുക്രിസ്തുവിനെ മുറിവേറ്റല്ലോ. എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് കണ്ണുനീര് വരുമായിരുന്നു. Every time I saw a movie of Jesus being beaten and crucified, I would weep. Every time. ഓരോ പ്രാവശ്യവും യേശുക്രിസ്തുവിനെ അടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ കാണുമ്പോൾ ഞാൻ കണ്ണീരോടെ കരയുമായിരുന്നു. But some years ago, God opened my eyes. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എൻ്റെ കണ്ണു തുറന്നു. To see that was not the real suffering. അതായിരുന്നില്ല യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ കഷ്ടത എന്ന് ഞാൻ 3 hours of being forsaken by God. ദൈവത്താൽ ത്യജിക്കപ്പെട്ട ആ 3 മണിക്കൂറായിരുന്നു യേശുവിന്റെ ഏറ്റവും വലിയ കഷ്ടത എന്ന് എനിക്ക് കാണുവാൻ കഴിയും. That was the cup which he drank. അവൻ കുടിച്ച ആ പാനപാത്രം അതായിരുന്നു. And that's the cup in Gethsemane. He said, Father, please take it away from me. I don't want to be forsaken from you. ദൈവമേ, അങ്ങയിൽ നിന്നും ത്യജിക്കപ്പെട്ട ആ അനുഭവം എനിക്ക് ഉണ്ടാകരുത്, ആ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്നാണ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചത്. Physical crucifixion, I am ready to be crucified 1,000 times. 1000 പ്രാവശ്യം ആ ക്രൂശിൽ എന്നെ ആണിയടിച്ച് കൊല്ലുന്നതിന് എനിക്ക് സമ്മതമാണ്. Fellowship that you and I have had from all eternity, എന്നാൽ നിത്യകാലം മുഴുവൻ ഞാനും നീയുമായിട്ടുള്ള ഈ കൂട്ടായ്മ, will it be broken? ഈ കൂട്ടായ്മ ബന്ധം I don't want it to be broken even for 1 second. ഒരു നിമിഷം പോലും ആ കൂട്ടായ്മ ബന്ധം വേർപെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 hours. 3 മണിക്കൂർ. Oh, I don't want it. എനിക്ക് ആ 3 മണിക്കൂർ അങ്ങയോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. കർത്താവേ, take away that. ആ പാനപാത്രത്തെ എടുത്തു കളയണമേ. I don't want to drink it. എനിക്കത് കുടിക്കേണ്ട. And supposing the angels told him, ദൂതന്മാർ അവനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് ചിന്തിക്കുക. Lord Jesus, it will only be for 3 hours. കർത്താവേ, യേശു കർത്താവേ, അത് 3 മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ. And then you'll come back into fellowship with the Father. ആ 3 മണിക്കൂർ കഴിയുമ്പോൾ നീ പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് തിരികെ വരുമല്ലോ. I don't want it to be broken even 1 second. ഒരു നിമിഷം പോലും ആ പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I'll tell you why you don't appreciate what I'm saying. ഞാൻ പറയുന്നത് നിങ്ങൾ വേണ്ടും വണ്ണം വിലമതിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ പറയാം. It's like a nice story to you. നിങ്ങൾക്ക് ഇതൊരു നല്ല കഥ പോലെ തോന്നുന്നു. Because you haven't seen the seriousness of sin. പാപത്തിന്റെ ഗൗരവം നിങ്ങൾ കണ്ടിട്ടില്ല. I also never saw the seriousness of sin. ഞാനും പാപത്തിന്റെ ഗൗരവം, പാപത്തെ എത്ര ഗൗരവമായി ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല. Every time you sin, even slightly, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ചെറുതായിട്ടെങ്കിലും പാപം ചെയ്യുമ്പോൾ, one bad thought, ഒരു ചെറിയ one angry word, ഒരു കോപ വാക്ക്, one lustful thought, ഒരു തെറ്റായ മോഹത്തിന്റെ, your fellowship with the Father is broken immediately. ഉടനെ തന്നെ പിതാവിനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. It can be restored through confession and the blood of Jesus Christ. പാപം ഏറ്റുപറയുന്നതിലൂടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിലൂടെ ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമുക്ക് തിരികെ വരാം. That has become such a cheap message for us. എന്നാൽ അത് നമ്മെ സംബന്ധിച്ചോളം വളരെ വില കുറഞ്ഞ ഒരു സന്ദേശമായി മാറിയിരിക്കുന്നു. Many times a day our fellowship with the Father is broken and we don't get disturbed by it. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് വേർപെടുന്നത് കൊണ്ട് ഇത് നാം വേണ്ട വിധം വിലമതിക്കുന്നില്ല. That is why when I talk about break of fellowship with the Father as a serious thing, it doesn't mean much to you. പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുന്നതിനെ കുറിച്ച്, അതിന്റെ വലിപ്പത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. You will never understand the seriousness of it until sin becomes serious to you. പാപം നിങ്ങളെ സംബന്ധിച്ചോളം ഗൗരവമായി മാറാത്തിടത്തോളം ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. You will come to the place where you say, Lord, I don't even want to sin once for 1 second in my thought or word or anything. ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തെ ഇത്രത്തോളം നിങ്ങൾ വിലമതിക്കുമ്പോൾ എന്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു നിമിഷം പോലും എനിക്ക് പാപം ചെയ്യുവാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും. How many of you are like that? നിങ്ങളിൽ എത്ര പേർ അപ്രകാരമുണ്ട്? I'd be surprised if there are even 2 or 3 people like that in this group. ഈ
കൂട്ടത്തിൽ അങ്ങനെയുള്ള 2 or 3 പേർ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത്ഭുതം. Who have such an attitude to sin that they don't want to break fellowship with the Father for 1 second. ഒരു നിമിഷം പോലും പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധം വേർപെടുത്തുവാൻ താല്പര്യമില്ലാത്തവർ, ആഗ്രഹമില്ലാത്തവർ. We may think we are new covenant and we are better than other churches. നാം പുതിയ ഉടമ്പടിയിൽ മറ്റ് സഭകളെക്കാൾ മെച്ചമാണ് എന്ന് നിങ്ങൾ I ചിന്തിച്ചേക്കും. tell you, when it comes to sin, most of us are very superficial. എന്നാൽ പാപത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മിൽ മിക്കവാറും ആളുകളും വളരെ ഉപരിപ്ലവമായ ചിന്താഗതിയുള്ളവരാണ്. That's why we never understand what Jesus went through on the cross. അതുകൊണ്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എന്തിലൂടെയാണ് കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. I asked the Lord some years ago to open my eyes to this. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എൻ്റെ കണ്ണ് ഈ കാര്യത്തിലായിട്ട് തുറന്നു. I understood that struggle Jesus had in Gethsemane. ഗെത്സമനയിൽ യേശു കടന്നുപോയ ആ പോരാട്ടം ഞാൻ മനസ്സിലാക്കി. I don't want this fellowship to be broken even for 1 second. ഒരു നിമിഷം പോലും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എനിക്ക് വേർപെട്ടു പോകരുത്. And I can imagine the Father saying, പിതാവ് പറയുന്നത്, okay, you don't have to go to the cross. പിതാവ് ഇപ്രകാരം പറഞ്ഞു, നീ കുരിശിലേക്ക് പോകേണ്ട. Supposing he said that, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, you can come straight up to heaven, you have never sinned. നീ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലല്ലോ, നീ ക്രൂശിലേക്ക് പോകേണ്ട, നിനക്ക് നേരിട്ട് എൻ്റെ അടുക്കലേക്ക് വരാം. But Zac Poonen will go to hell. പക്ഷേ എന്നാൽ സാക് പൂനൻ നരകത്തിലേക്ക് പോകും. I applied it to myself. ഞാനത് എൻ്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുന്നു. And I was praying. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I felt Jesus like this. എനിക്കപ്പോൾ യേശു ഇപ്രകാരം പറയുന്നത് പോലെ തോന്നി. Zac Poonen will go to hell. സാക് പൂനൻ നരകത്തിൽ പോകുമോ? Okay, Father. പിതാവേ, I'll go to the cross. ഞാൻ കുരിശിലേക്ക് പോയിക്കൊള്ളാം. That was the day about 40 years ago when I understood for the first time in my life what it meant when it says Jesus died for me. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ തീവ്രത 40 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി എനിക്ക് അത് മുഴുവനായി മനസ്സിലായത് അപ്പോഴാണ്. I wept. ഞാൻ അന്ന് കരഞ്ഞു. Not because of the beating and the nails and all that. യേശുവിൻ്റെ ഈ ആണിപ്പാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ചാട്ടവാർ അടി കൊണ്ടോ ഒന്നുമല്ല ഞാൻ കരഞ്ഞത്. The depth of his love for me, not on Calvary, in Gethsemane. എനിക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കാൽവരി ക്രൂശിലല്ല, ഗെത്സമന തോട്ടത്തിൽ ഞാൻ കണ്ടു. And I said, Lord, thank you. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നന്ദി. How can I ever live for myself after this? കർത്താവേ, ഇതിനു ശേഷം ഞാൻ എങ്ങനെ എനിക്ക് വേണ്ടി ജീവിക്കും? How can I ever spend my life seeking my own? എൻ്റെ സ്വന്തം ഇഷ്ടം അന്വേഷിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? How can I ever say I'm tired of serving you? അങ്ങേ ഞാൻ ശുശ്രൂഷിച്ച് ഞാൻ ക്ഷീണിച്ചു പോയി എന്ന് എനിക്ക് എങ്ങനെ പറയുവാൻ കഴിയും? How can I ever say, Lord, I'm too tired, I'm too sick, I can't serve you? കർത്താവേ, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ രോഗിയാണ്, എനിക്ക് അങ്ങേ സേവിക്കുവാൻ കഴിയില്ല എന്ന് എനിക്ക് എങ്ങനെ പറയുവാൻ കഴിയും? ഒരിക്കലുമില്ല. Last dying breath I have to serve the Lord. കർത്താവേ, എൻ്റെ ജീവശ്വാസം പോകും വരെ ഞാൻ അങ്ങയെ സേവിക്കും. Because I've seen what he went through. അങ്ങ് എനിക്ക് വേണ്ടി കടന്നുപോയ വേദനയുടെ വ്യഥയുടെ തീവ്രത ഞാൻ കണ്ടിട്ടുണ്ട്. That is the foundation of our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്. You have understood it in your head. നിങ്ങൾക്കത് നിങ്ങളുടെ തലയിൽ മനസ്സിലായിട്ടുണ്ട്. Ask God to give you revelation in your spirit. നിങ്ങളുടെ ആത്മാവിൽ അതൊരു വെളിപ്പാടായി ലഭിക്കുവാൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. When you understand it in your head, it will be just a message that you can preach to others. നിങ്ങൾക്ക് അത് തലയിൽ മനസ്സിലാവുമ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സന്ദേശം മാത്രമാണ്. When it becomes a revelation in your spirit, it will change your life. നിങ്ങളുടെ ആത്മാവിൽ അതൊരു വെളിപ്പാടായി ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. That's the foundation. അതാണ് അടിസ്ഥാനം. So when it says there's no other foundation, 1 Corinthians 3:11 except this. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു അടിസ്ഥാനവുമില്ല. That's clear to me. അതെനിക്ക് വളരെ വ്യക്തമാണ്. But on this foundation, എന്നാൽ ഈ അടിസ്ഥാനത്തിന്റെ മേൽ you can build with gold, silver, precious stones or wood, hay and straw. നിങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പണിയാം. Or wood, hay and straw. അല്ലെങ്കിൽ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയാം. What is gold, silver and precious stones? എന്താണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നതിന്റെ അർത്ഥം? From God, ദൈവത്തിൽ നിന്ന്, through God, ദൈവത്തിന്റെ ശക്തിയാൽ, to God, ദൈവത്തിന്റെ മഹത്വത്തിനായി, according to God's plan, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, through God's power of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, built for God's glory. ദൈവത്തിന്റെ മഹത്വത്തിനായി. Any work done like that is gold, silver and precious stones. അപ്രകാരം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയും അത് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമാണ്. On the other hand,
any Christian work done according to your plan, നിങ്ങളുടെ പദ്ധതി പ്രകാരം ചെയ്യപ്പെട്ട ഒരു ക്രിസ്തീയ പ്രവർത്തനം ഇങ്ങനെയാണ്. with your money power and your schemes, നിങ്ങളുടെ പണത്തിന്റെ ശക്തിയിൽ നിങ്ങളുടെ പദ്ധതി പ്രകാരം, and ultimately to get some honor for yourself, നിങ്ങൾക്ക് മഹത്വം ലഭിക്കുവാനായി, you will discover in the final day is wood, hay and straw. നിങ്ങൾ അവസാന ദിവസം നിങ്ങൾ കണ്ടെത്തും അത് മരം It will പുല്ലും all വൈക്കോലുമാണ്. be burnt up. അത് എല്ലാം തീയിൽ വെന്തുപോകും. It's not what you do for Christ that will remain. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതല്ല നിലനിൽക്കുന്നത്. It's what Christ does through you that will remain. നിങ്ങളിലൂടെ ക്രിസ്തു ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. Some people think whatever I do for Christ will remain. ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്താൽ അത് നിലനിൽക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നു. Organizations doing things for Christ which is all wood, hay and straw today. അനേക പ്രസ്ഥാനങ്ങൾ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, അത് പുല്ലും മരവും വൈക്കോലുമാണ്. We want to build churches that are built according to God's plan. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പണിയപ്പെടുന്ന സഭകൾ പണിയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 100% exactly as written in the word. ദൈവത്തിന്റെ വചനത്തിൽ എഴുതി ഇരിക്കുന്ന പോലെ തന്നെ 100% dependent upon the Holy Spirit's power. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ 100% ആശ്രയിച്ചുകൊണ്ടുള്ള പണി. 100% for the glory of God. 100% ദൈവനാമത്തിന്റെ മഹത്വത്തിനായി. When we live like this, അപ്രകാരം നാം ജീവിക്കുമ്പോൾ we can rest in peace. നമുക്ക് സമാധാനത്തോടെ നമുക്ക് വിശ്രമിക്കുവാൻ. We seek nothing for ourselves. കാരണം നാം നമുക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. Let people call us cult or devil or false teachers or anything, it doesn't make a difference. ആളുകൾ നമ്മെ ദുരുപദേശക്കാരെന്നോ പ്രത്യേക വിഭാഗങ്ങളെന്നോ എന്ന് വിളിച്ചാലും നമ്മെ ബാധിക്കുന്നില്ല. We are building for eternity. നാം നിത്യതയ്ക്ക് വേണ്ടി പണിയുകയാണ്. Dear brothers and sisters, പ്രിയ സഹോദരന്മാരെ, you'll go away from here സഹോദരിമാരെ, and build something that will last for eternity. നിത്യകാലം മുഴുവൻ നിലനിൽക്കുന്ന ചില പണിയിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. In your personal life, I hope you will get a revelation of what Jesus suffered on the cross so that you hate sin. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി കടന്നുപോയ വ്യഥയുടെ തീവ്രത നിങ്ങൾ മനസ്സിലാക്കുകയും പാപത്തെ ഗൗരവമായി എടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Otherwise you will never hate sin. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാപത്തെ വെറുക്കുകയില്ല. 1000 messages on victory, it won't change you. നിങ്ങൾ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ ജയത്തെക്കുറിച്ച് കേട്ടാലും നിങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറുകയില്ല. What made me hate sin was when I saw what Jesus suffered on the cross. യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദന കണ്ടതാണ് പാപത്തിനെ കുറിച്ചുള്ള വെറുപ്പ് എൻ്റെ ഹൃദയത്തിൽ നൽകിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, open our eyes to these wonderful truths. ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. In Jesus' name. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.